ഹലോ, വെൽക്കം ടു രൂപാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിവിടെ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതെന്തെന്ന് വെച്ചാൽ ഇത് നമ്മൾ റെയറായിട്ട് ചെയ്യുന്ന കാര്യമാണ്. എന്നുവെച്ചാൽ ബജ്ജി മുളക് ഉണ്ടല്ലോ, സാധാരണ വലിയ മുളക്, നമ്മൾ ബജ്ജിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന മുളക് കൊണ്ട് ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നല്ല ടേസ്റ്റാണ്. ആ ബജ്ജി മുളകിൻ്റെ ഒരു ചെവയേ ഇല്ല ആ തോരൻ വെച്ചപ്പോഴേ. വളരെ ഈസിയാണ്. ഒരു സവാളയും ആ മുളകും ശകലം തേങ്ങ, ഇത്രയും മതി നമുക്കത് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വ്യത്യാസമായിട്ട് ഒരു തോരൻ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് കിച്ചണിലോട്ട് പോയി നോക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബജ്ജി മുളക് കൊണ്ടുള്ള തോരൻ ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ മുളകാണ് ഞാൻ പറഞ്ഞത്, ബജ്ജി ഉണ്ടാക്കുന്ന മുളക്. ഇത് വെച്ചിട്ട് നമ്മൾ തോരൻ അധികം ഉണ്ടാക്കാറില്ലല്ലോ. അപ്പോൾ നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മുളക് കട്ട് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അതായത് ഈ ഞെട്ടെടുത്തു. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ചേച്ചിട്ട് അതിനകത്തുള്ള വിത്തൊക്കെ എടുത്ത് മാറ്റണം. അതൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ. കണ്ടില്ലേ, ഈ പോർഷനൊക്കെ മാറ്റണം. മാറ്റിയിട്ട് വേണം ചെറുതായിട്ട് കട്ട് ചെയ്യാനായിട്ട്. കണ്ടോ, ഇതുപോലെ അതിൻ്റെ വിത്തൊക്കെ മാറ്റിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ ഈ ഭാഗവും കൂടെ അങ്ങ് പോകും. കണ്ടോ, എന്നിട്ട് ഇതുപോലത്തെ ഭാഗം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബജ്ജി മുളക് തോരനുണ്ടാക്കാനായിട്ടേ ഇതിപ്പോൾ ഒരു 5-6 മുളകുണ്ട് കേട്ടോ. അതിൻ്റെ വിത്തൊക്കെ മാറ്റിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെറുതായിട്ട്. ഒരു വലിയ സവാള, ചെറുതാണെങ്കിൽ 2 എടുത്തോളൂ, വലുതാണെങ്കിൽ 1. അപ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങാം. ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂൺ വരും, അത്രയേ ഉള്ളൂ. ഓയിലൊന്ന് ചൂടാട്ടെ. അതിനെ ഒരു 1/2 ടീസ്പൂൺ കടുക്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തു. ഇപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടട്ടെ. പരിപ്പ് കരിഞ്ഞ് പോകും കേട്ടോ. ചേർത്താൽ മതി. എന്തായാലും പക്ഷെ നമുക്ക് വലിയ കുഴപ്പമില്ല, അതുകൊണ്ടാണ് ഞാനത് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ സവാള കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. കാണുന്നില്ല, ചിലപ്പോൾ ഈ മുളക് വാങ്ങിക്കുമ്പോൾ എരി കൂടുതലാണെന്ന് പറഞ്ഞ് മേടിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്കിപ്പോൾ ഞാൻ കട്ട് ചെയ്തപ്പോൾ കൈ കീറുകയൊന്നും ചെയ്യില്ല. ചിലർക്കിങ്ങനെ അത് കട്ട് ചെയ്യുമ്പോൾ കൈ വീട്ടിലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ എടുത്ത് പുരട്ടിയാൽ മതി ഇവിടെ തന്നെ. ഒരു മിനിറ്റ് ഒന്ന് വഴണ്ടിട്ടെ. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഇതിപ്പം ഒരു പകുതി ഭാഗം വേണ്ടിയിട്ടേ ഉള്ളൂ. ക്യാപ്സിക്കം കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുന്നേ. ക്യാപ്സിക്കം എന്നേ വരുന്നുള്ളൂ. ബജ്ജി മുളക് നമ്മളെപ്പോഴും ക്യാപ്സിക്കം അല്ലേ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് തെറ്റിപ്പോയതാണ് കേട്ടോ. ബജ്ജി മുളക് പക്ഷെ അതിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ചിട്ട് കൊടുക്കും, പിന്നെ ആവശ്യം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പ് എല്ലായിടത്തും പുറപ്പെടുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ മുളകൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. ഒന്ന് മൂടി വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടും തുറന്ന് നോക്കാം. എന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ വയ്ക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഞാനിപ്പോൾ വെച്ചിട്ട് 3 മിനിറ്റ് ആയി. ആ മുളകും സവാളയൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ ശകലം മഞ്ഞൾപ്പൊടി ചേർക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നേ.
ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടേ പെട്ടെന്ന് തന്നെ അത് റെഡിയായി കിട്ടും. കുറച്ചുകൂടെ വേകാനുണ്ട്. ശകലം ഉപ്പും കൂടെ ഇതിന് ആവശ്യമുണ്ട്. എങ്ങനെയായാലും 5 മിനിറ്റ് വേവിക്കേണ്ടി വരും കേട്ടോ. 2 മിനിറ്റ് കൂടെ മൂടി വയ്ക്കാം. നമുക്ക് തുറന്ന് നോക്കാം. നമുക്ക് സമയമായിട്ടുണ്ട്. 5 മിനിറ്റ് ആയി കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചോണേ, തീ കൂട്ടി വയ്ക്കരുത്. വെള്ളം ഒഴിക്കാത്തതാണ് നമ്മൾ, അതുകൊണ്ട് തീ കൂട്ടി വയ്ക്കാൻ പാടില്ല. വെന്തിട്ടുണ്ട് കേട്ടോ. ബജി മുളകാണെന്നേ അറിയില്ല. അതിലൊരു 1/4 കപ്പ് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. ഇത് കറക്റ്റാണ് ഉപ്പ്. ശകലം ഒരു നുള്ളുപ്പ് കൂടെ ചേർക്കുന്നേ. കറക്റ്റ് ആണെങ്കിൽ പിന്നെയും ഉപ്പ് മതിയാവില്ല. ഉപ്പ് ഇടുമ്പോഴേ എല്ലായിടത്തും പൊള്ളണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ തോരൻ എടുക്കുമ്പോൾ അവിടെ ഉപ്പ് കഴിക്കും. അപ്പോൾ നമ്മളിപ്പോൾ തേങ്ങ ഇട്ടിട്ടുണ്ടല്ലോ, ഇത് 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. വെച്ചാൽ തേങ്ങ ഒന്ന് വെന്ത് കിട്ടണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. മൂടി വെച്ചിട്ട് 2 മിനിറ്റ് ആയി കേട്ടോ. തുറന്ന് നോക്കാം. ഇവിടെ തേങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എരിവൊന്നുമില്ല. അതാണ് ഞാൻ ഒരു പച്ചമുളക് ചേർത്തത്. ഞാൻ ചേർത്ത പച്ചമുളകിനും എരിയില്ലാത്ത പച്ചമുളകാണ്. നമ്മുടെ ഈ ബജി മുളക് എരിയില്ല കേട്ടോ. നമ്മൾ സവാള കൂടുതൽ ചേർത്തിട്ടുണ്ടല്ലോ. ഒരു ശകലം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ 1 സ്പൂൺ ഒഴിച്ച് മതി. ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള തോരനാണ് ഇതിൽ. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നു. അപ്പോൾ കണ്ടോ, നമ്മുടെ ബജ്ജി മുളക് കൊണ്ടുള്ള തോരൻ സൂപ്പറായിട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.